പി വി അൻവറുമായുള്ള തുടർ ചർച്ചകൾ വേണ്ടെന്ന് തീരുമാനിച്ച യു ഡി എഫിലേക്ക് ഇല്ലെന്ന് പി വി അൻവർ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നിർണായക തീരുമാനം. എം സ്വരാജിന്റെ വരവോടെ നിലമ്പൂരിൽ മത്സരം കടുത്തു എന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ എന്തു വില കൊടുത്തും അൻവറിനെ യു ഡി എഫ് പാളയത്തിൽ എത്തിക്കാനായിരുന്നു ശ്രമം. പക്ഷേ വാർത്താ സമ്മേളനം വിളിച്ച് യു ഡി എഫിലേക്ക് ഇല്ലെന്ന് അൻവർ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു. യു ഡി എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് തീരുന്നതുവരെ താൻ ചർച്ചയ്ക്കില്ലെന്ന് പി വി അൻവർ രാവിലെ വ്യക്തമാക്കിയിരുന്നു. കേൾക്കാം. ഞാനിനിയില്ല, യു ഡി എഫിലേക്ക് ഞാനില്ല. ഈ ഒരു ഘട്ടത്തിൽ യു ഡി എഫിലേക്ക് ഞാനില്ല, പ്രഖ്യാപിത നയാണ്. മനസ്സിലായില്ലേ? ഞാനില്ല കേട്ടോ. ഇനി എന്നെ ദയവായിട്ട് ഒരു നേതാക്കന്മാരും വിളിക്കരുത്. ഒരു സമുദായ നിങ്ങളോടൊക്കെ അങ്ങേ അറ്റത്തെ ബഹുമാനമുണ്ട്, ആദരവുണ്ട്. എന്നെ സ്നേഹിച്ച നിലമ്പൂരിലെയും കേരളത്തിലെയും കോൺഗ്രസ്സുകാരോടും ലീഗുകാരോടും സഖാക്കളെന്നെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ വരി, ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ആ പാവപ്പെട്ട തൊഴിലാളികളായ സഖാക്കളോട് എനിക്ക് കടപ്പാടുണ്ട്. പക്ഷേ എനിക്ക് ശേഷിയില്ല. മത്സരിക്കാൻ ഞാനുണ്ട്. മത്സരിക്കാൻ അടുത്ത് 5 പൈസ ഇല്ല. മനസ്സിലായോ? വി ഡി സതീശൻ മാത്രമല്ല, ആ വി ഡി സതീശന് എന്നോട് വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ലെന്ന് എനിക്കറിയാം. എന്നാൽ മത്സരിക്കുന്നത് സംബന്ധിച്ച് രാവിലെയും വൈകിട്ടും വൈരുദ്ധ്യം നിറഞ്ഞ മറുപടിയാണ് അൻവർ പറഞ്ഞത്. വൈകുന്നേരം പറഞ്ഞതും രാവിലെ പറഞ്ഞതും നമുക്കൊന്ന് കേൾക്കാം. മത്സരിക്കാൻ ഞാനുണ്ട്. മത്സരിക്കാൻ അടുത്ത് 5 പൈസ ഇല്ല. മനസ്സിലായോ? ഇതിൻ്റെ കൂടെയുള്ള ഈ പാവപ്പെട്ട തൊഴിലാളികൾ, അപ്പം ടാപ്പിൻ്റെ തൊഴിലാളികളാണ് ഒരു വിഭാഗം വിളിച്ചത് വഴിക്കടവെന്ന്. അനുറാക്കാം 3 ബൂത്തിൻ്റെ കാര്യം ഞങ്ങളേറ്റ്. ഞങ്ങളെ കൂട്ടത്തിലെ 4 എണ്ണത്തിനെ പുലി കടിച്ചു എന്ന്, ആന ചവിട്ടിക്കൊന്ന്. ഒരു മനുഷ്യനുണ്ടായിട്ടില്ല. ഈ പറഞ്ഞ ആരും ഞങ്ങൾ കണ്ടിട്ടില്ല. നേതാക്കന്മാർക്ക് താല്പര്യം ഉണ്ടാവും, ഓല് പോയിക്കോട്ടെ, ഞങ്ങൾ നിൽക്കാന്ന് പറയുന്നുണ്ട്. അല്ല, മത്സരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത്? എനിക്ക് ആളില്ലാത്തതുകൊണ്ടല്ലേ, പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ. ഇപ്പോൾ ആളുകൾ പൈസയായിട്ട് വരുന്നു. 5000, 500, 2000 ആളുകൾ പറയുന്ന പൈസ ഞങ്ങൾ തരാം, ഈ വാർഡ് ഞങ്ങൾ നോക്കിക്കോളാം, അനുറാക്ക് ഞങ്ങൾ നോമിനേഷൻ കൊടുത്ത് വീട്ടിലിരുന്നാൽ മതി എന്ന് പറയുന്നു പലരും വിളിച്ചിട്ട്. പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾ മത്സരിക്കാതിരിക്കണ്ടെന്ന്. അങ്ങനെ ജനങ്ങൾ നന്നായിട്ട് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? പൈസയും വേണ്ടെങ്കിൽ നോമിനേഷൻ കൊടുത്താൽ മതി. വട്ടച്ചെലവില്ല കാശ് ഞങ്ങൾ ഉണ്ടായിത്തരുന്ന ആരാ പറഞ്ഞത്? ഇവിടുത്തെ പാവപ്പെട്ട സാധാരണ തൊഴിലാളികൾ കേട്ടോ, മുതലാളിമാരാരുമില്ല. അപ്പോൾ അല്ല, അത് ഞാൻ നോക്കട്ടെ അത്രത്തോളം ഉണ്ട്, എന്നിട്ട് തീരുമാനിക്കും. നമുക്കിപ്പം റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, വെരി ഗുഡ് ഈവനിങ്. റോഷി, ആദ്യം രാവിലെ പറഞ്ഞത് താൻ മത്സരരംഗത്തേക്കില്ല എന്നാണ്. എന്നാൽ വൈകുന്നേരമായപ്പോഴേക്കും ആ നിലപാടിൽ ചെറിയ മാറ്റം വരികയാണോ? പി വി അൻവർ ഒരു ജനകീയ സ്ഥാനാർത്ഥിയായി തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ രംഗപ്രവേശം ചെയ്യുമോ ഇനി അപ്രതീക്ഷിതമായി വീണ്ടും? അരുൺകുമാർ, പി വി അൻവർ നിലമ്പൂരിൽ മത്സരിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് യു ഡി എഫിന്. അതുകൊണ്ടാണ് യു ഡി എഫ് ഇനി ചർച്ച വേണ്ടെന്ന തീരുമാനമെടുത്തത്. നിലമ്പൂരിൽ മത്സരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പി വി അൻവറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക തയ്യാറാക്കാനുള്ള മറ്റ് പലതരത്തിലുള്ള പേപ്പറുകളൊക്കെ ശേഖരിച്ചു കഴിഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളടക്കം നേരത്തെ തന്നെ ശേഖരിച്ചു വെച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു തയ്യാറെടുപ്പ് പി വി അൻവർ നടത്തി കഴിഞ്ഞു. ഒരുപക്ഷെ നാളെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം പോലും ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ നിലവിലുണ്ട്. ഏതായാലും ഇന്ന് പകൽ ഒരുപക്ഷെ രാവിലെയൊക്കെ യു ഡി എഫ് നേതൃത്വം പ്രതീക്ഷിച്ചത് പി വി അൻവർ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുമെന്നായിരുന്നു. അങ്ങനെയുള്ള കണക്കുകൂട്ടൽ വലിയ ആത്മവിശ്വാസത്തോടെയാണ് നേതാക്കളൊക്കെ കാത്തിരുന്നത്. പക്ഷേ വാർത്താ സമ്മേളനത്തിൽ വ്യത്യസ്തമായി യു ഡി എഫിലേക്ക് ഇല്ല എന്ന് ഉറക്കെ അങ്ങ് പി വി അൻവർ പ്രഖ്യാപിച്ചതോടെ ആ കണക്കുകൂട്ടൽ ഒന്നാകെ തെറ്റി. അങ്ങനെയാണ് പിന്നീട് ചർച്ചകളൊന്നും വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. പി വി അൻവർ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ മാത്രം മതി, ഞങ്ങൾ അസോസിയേറ്റ് അംഗമാക്കാമെന്ന് യു ഡി എഫ് നേതാക്കൾ ഇടയ്ക്കിടയ്ക്ക് മാധ്യമങ്ങളെ കണ്ട് പറയുന്നുണ്ടായിരുന്നു. അത് ആ കാര്യം അടൂർ പ്രകാശ് തന്നെ പി വി അൻവറിനെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ പി വി അൻവർ ആവശ്യപ്പെട്ടത് യു ഡി എഫിൽ ഘടകകക്ഷിയാക്കണമെന്നാണ്. വിശ്വാസവഞ്ചന നടത്തിയെന്നാണ് പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ച ആരോപണം. ഏതായാലും ഒരിക്കലും യു ഡി എഫിലേക്ക് ഇല്ലെന്നങ്ങ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനി പൂർണ്ണമായും പ്രതീക്ഷ അസ്തമിച്ച ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇനി യു ഡി എഫ് എന്ന നിലയിൽ പി വി അൻവർ ഇല്ലാതെ എങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്ന ആലോചനകളിലേക്ക് നേതാക്കൾ കടന്നു. ഏതായാലും ഇന്ന് രാവിലെയൊക്കെ തിരക്കട്ട കൂടിയാലോചനകൾ ഉണ്ടായിരുന്നു. ഇനി എങ്ങനെയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്? അത് ഒരുപക്ഷെ ത്രികോണ മത്സരമാകാനുള്ള സാധ്യതയാണുള്ളത്. പി വി അൻവർ കൂടി മത്സരരംഗത്തേക്ക് വരുമ്പോൾ നിലമ്പൂരിലെ പോരാട്ടം തീപ്പാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും നാളെ ഒരുപക്ഷെ പി വി അൻവർ മത്സരിക്കുമോ ഇല്ലയോ എന്ന പ്രഖ്യാപനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് നിലമ്പൂർക്കാർ കാത്തിരിക്കുന്നത്. നിലമ്പൂരിൽ വലിയ രീതിയിലുള്ള ബന്ധങ്ങൾ പി വി അൻവറിന്, പ്രത്യേകിച്ച് 9 വർഷക്കാലം ജനപ്രതിനിധിയായി എന്ന നിലയിൽ. അതുകൊണ്ടാണ് യു ഡി എഫ് നേതൃത്വം ചെറിയൊരു ആശങ്ക. പി വി അൻവർ മത്സരിച്ചാൽ ഒരുപക്ഷെ ഇടതുപക്ഷത്തിനെതിരെയുള്ള വോട്ടുകൾ അത് വിഘടിച്ചേക്കാം, അത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഗുണകരമാകില്ല എന്ന വിലയിരുത്തൽ അത് ചൂണ്ടിക്കാണിച്ചത് ആദ്യം മുസ്ലിം ലീഗായിരുന്നു. പക്ഷേ എല്ലാ കണക്കുകളും വിവരങ്ങൾ നൽകിയത്.